തായ്ലൻഡിലെ കൊപ്പയാങ് ഐലൻഡിൽ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതശൈലികൾ പുലർത്തുന്ന ജിപ്സി സമൂഹം അവർ ഉണ്ടാക്കിയെടുത്ത ഒരു വില്ലേജ്. ആ വില്ലേജിലെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ട്രാവൽ ഡേ നൈറ്റ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വാ, നമുക്ക് ഈ വില്ലേജിലെ കാഴ്ചകളൊന്ന് കാണാം. എവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങണം എന്നുള്ളത് ഞാൻ തന്നെ കൺഫ്യൂഷനായിട്ടാണ് ഉള്ളത്. കാരണം അത്രയ്ക്ക് കാഴ്ചകളാണ് ഇതിനുള്ളിലുള്ളത്. അപ്പോൾ ഈ വില്ലേജിലെ ജിപ്സികളുടെ ലൈഫ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഈ വില്ലേജിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ എൻട്രൻസിലൂടെ നമ്മൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടുത്തെ കാഴ്ചകൾ ഒന്നൊന്നായി കാണാം. ഇതിനുള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ കാഴ്ചകളാണ്. ഇത് കണ്ടില്ല, ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ അവിടെ ഒരു ബാർ. ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ രാവിലെ ഒരു 11 മണിയായിട്ടുണ്ട്. ഇതുപോലുള്ള വലിയ വലിയ മരങ്ങൾ, ഈ മരത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇതിവിടെ ഒരുപാടുണ്ട്. ഈ മരത്തിൻ്റെ തണൽ നല്ലോണം ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഈ റിസോർട്ടിൽ, ഈ വില്ലേജിൽ. ഇവിടെ ബാങ്കോക്കിൽ നിന്നുള്ള ഒരു DJ ഇതുണ്ടില്ലേ, ഹമ്മോക്കിൽ അവൻ്റെ സ്വന്തം പട്ടിക്കുട്ടിയായിട്ട് ആടിക്കടന്നുകൊണ്ട് അവൻ്റെ സ്വന്തം പട്ടിക്കുട്ടിയായിട്ട് ഇവിടെ ആടുകയാണ് ഹമ്മോക്കിൽ. കോക്കനട്ടിൻ്റെ വലുപ്പം കണ്ടില്ലേ, എന്ത് വലുപ്പം നോക്ക്. അതിൽ 2 വലിയ ഗ്ലാസ് നിറയെ വെള്ളം ഉണ്ടായിരുന്നു. 2 വലിയ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാസ്സിൽ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കണ്ടില്ല, ഈ റെസ്റ്റോറൻറ്റിൻ്റെ മാത്രമല്ല ഈ വില്ലേജിൻ്റെ ഓണറാണ് ഇദ്ദേഹം. ഇത് നോക്ക്, എന്ത് വലുപ്പമാണ് കോക്കനട്ട്. ഓ മൈ ഗോഡ്, നല്ല വലുപ്പമുണ്ട് കോക്കനട്ട്. അതിൽ1 ഗ്ലാസ് കോക്കനട്ട് ഞാനും വാങ്ങി. അടിപൊളി, നല്ല സൂപ്പർ മധുരമുള്ള കോക്കനട്ട്, സൂപ്പർ. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇത് ഒരു ബാർ ആൻഡ് ജ്യൂസ് കൗണ്ടറാണ്. ഇവിടെ ഒരു സ്കേറ്റ് ബോർഡ് മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പുറത്തിരിക്കാനുള്ള ചെയർ സംവിധാനം. ഇവിടെ ഇതൊക്കെ ഇവരുടെ തന്നെ വട്ടികളാണ്, ഒന്നും ചെയ്യൊന്നുമില്ല. ഇപ്പോൾ രാവിലെ തന്നെ നിറയെ ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫുള്ളാണ്. ഇവിടെ ഹട്ടോ ടെൻറ്റോ ഒന്നും കിട്ടാനൊന്നുമില്ല. ഇതാണ് ഈ ബാറിൻ്റെ പുറമേ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ച. ഇത് കണ്ടോ, കോക്കനട്ട് ഓപ്പൺ ചെയ്ത് വെച്ചത്. എന്ത് വലിയ കോക്കനട്ടല്ലേ. ഇവിടെ ഇവർ ഈ മരങ്ങൾക്കെല്ലാം ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബാറിൻ്റെ കൗണ്ടറിൽ ഇരിക്കുന്നതും ഒരു ഹിപ്പിയാണ്. പിന്നെ ഇവരൊക്കെ ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്നിട്ട് ടെൻ്റ് എടുത്തിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. രാവിലെ തന്നെ അവർ ഡ്രിങ്ക്സൊക്കെ കഴിച്ചുകൊണ്ട് എൻജോയ് ചെയ്യും. നാച്ചുറലായിട്ട് കിട്ടിയ പല സാധനങ്ങളും അതിൽ തന്നെ ഉപയോഗിച്ച് ഇവിടെ പല ഡെക്കറേഷനുകളും ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി. ഈ ബാറിൻ്റെ പുറത്ത് ഇരിക്കാൻ ഇവർ തെങ്ങിൻ്റെ മരം അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ എൻട്രൻസിൻ്റെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ബീച്ചിൻ്റെ കാഴ്ച. അതിമനോഹരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ രാത്രി ടൂറിസ്റ്റുകളൊക്കെ ഇരുന്ന് ഫയർ പ്ലേസ് ആണിത്. തീ കായാനുള്ള ഒരു സ്ഥലം. അതുമാത്രമല്ല ഈ കൊതുകിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു പരിപാടിയും കൂടിയായത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബീച്ചിൻ്റെ കാഴ്ച അതിമനോഹരം, അതിഗംഭീരം. അവിടെ മുള കൊണ്ട് ബീച്ചിലേക്ക് തള്ളി നിൽക്കുന്ന മാതിരി ഒരു പാത്വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിൽ നടക്കാനൊക്കെ പറ്റും. ഈ ഭാഗത്ത് ഉപയോഗശൂന്യമായ ഒരു ജെറ്റ്സ്കി, ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ്.
ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കായാക്ക് വെച്ചിട്ടുണ്ട് 2 എണ്ണം. ഈ കായാക്ക് ആവശ്യമുള്ളവർക്ക് റെന്റിന് വാങ്ങാം. മണിക്കൂറിനാണ് റെന്റ് കൊടുക്കുന്നത്. എന്ത് രസമല്ലേ, ഇവിടെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ല, ഇവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്, റൂം ഫോർ റെന്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ടാക്സി, മോട്ടോർ ഫോർ റെന്റ്, മോട്ടോർ ബൈക്ക് ഫോർ റെന്റ്. ഇവിടെ ഒരു മരം, വലിയൊരു മരമുണ്ട്. ആ മരത്തിന് അവർ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടില്ല, ആ മരത്തിനോട് ചേർന്ന്, ആ മരത്തിൻ്റെ ചേർത്താണ് ഒരു ഹട്ടുണ്ടാക്കിയത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പല തായ് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് രാത്രി ഇവർക്ക് ലൈവ് ബാൻഡ് ചെയ്യാനുള്ളതാണ്. ഇവിടെ കുറേ സ്പീക്കർ, സൗണ്ട് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹിപ്പി ഇരുന്ന് കണ്ടില്ല, നമ്മളോട് ഹായ് പറയുന്നുണ്ട്, നമസ്തേ പറയുന്നുണ്ട്. ഇത് കണ്ടോ, ആ വലിയ മരത്തിനോട് ചേർത്ത് വെച്ച് കെട്ടിയിരിക്കുക. മുളക്കമ്പുകളും വലിയ മരക്കഷ്ണങ്ങളൊക്കെ ചേർത്ത് വെച്ച് കെട്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഹട്ട്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ വില്ലേജിനകത്ത് കറങ്ങാൻ വേണ്ടിയുള്ള ഒരു ബഗ്ഗിയാണ്. ഇവിടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബീച്ച് ബഗ്ഗിയുണ്ട്. ഇത് നമുക്ക് രണ്ടിനടുത്ത് ബീച്ചിലൂടെ പിടിക്കാം. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വേറെ ഒരു ഹട്ടുണ്ട്, നീല കളറിൽ. തലയോരകൊണ്ടാണ് അതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. മരങ്ങളെല്ലാം ഇവർ ഉപദ്രവിക്കാതെ അതിനൊക്കെ നന്നായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വില്ലേജ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏത് ഭാഗം ഷൂട്ട് ചെയ്യണോ, എവിടെ ഷൂട്ട് ചെയ്യണോ, എങ്ങനെ ഷൂട്ട് ചെയ്യണം, ഞാൻ തന്നെ ആകെ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിട്ടുള്ളത്. അത്രയധികം കാഴ്ചകളുണ്ട് ഈ വില്ലേജിൽ, ജിപ്സികൾ താമസിക്കുന്ന ഈ വില്ലേജിൽ. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി കേട്ടോ. കാരണം എന്ത് രസമായിട്ടാണ്, എന്ത് മനോഹരമായിട്ടാണ് ഇവരിവിടെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളതെന്നറിയാം. നിങ്ങൾ എന്തായാലും തായ്ലാൻഡിൽ വരികയാണെങ്കിൽ മിസ് ചെയ്യാതെ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഈ വില്ലേജ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലെ പറമ്പ് പോലെ തന്നെ. അതിനകത്ത് ഒരു മരവും വെട്ടി മാറ്റാതെ അവർ ചെറിയ ചെറിയ ഹട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ വേറൊരു ഹട്ട്, അതിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെ വേറൊരു കളറിലൊരു റെഡ് കളറിലൊരു ഹട്ട്. ഇവിടെ 2 ഊഞ്ഞാലുണ്ടാക്കിയിട്ടുണ്ട്. ഈ മരത്തിൻ്റെ കൊമ്പിൽ കെട്ടി വെച്ചിരിക്കുക, കണ്ടില്ലേ. ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ഒരു ടെൻറ്റ് കണ്ടോ. ഇതിലൊരു ടൂറിസ്റ്റ്, ഒരു സോളോ ടൂറിസ്റ്റ് താമസിക്കുന്നുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതും വളരെ നന്നായി അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല അടിപൊളി സോങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു വല്ലാത്തൊരു മൂഡ്, ഒരു വല്ലാത്തൊരു ഫീലാണ് ഇതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാടാണ്. പക്ഷേ ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ചിട്ട് ടൂറിസ്റ്റുകൾ താമസിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കാട്ടിൽ താമസിക്കുന്ന ഒരു പ്രതീതി ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇത് കണ്ടോ, ഒരു ചെസ് ബോർഡ്. കടലിൽ നിന്ന് കിട്ടിയ ചിപ്പികളൊക്കെ വെച്ചിട്ടാണ് ഈ ചെസ് കളിക്കുന്നത് ഇവിടെ. അങ്ങനെ ട്രാവൽ ഡേ നൈറ്റിൻ്റെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഐലൻഡിലെ കാഴ്ചകളാണ്. അടിപൊളി സൺസെറ്റിൻ്റെ വ്യൂ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളൊരു ബോട്ടിലേക്ക് പോവാണ്. ഒരു അടിപൊളി സൺസെറ്റ് കാണാൻ വേണ്ടി ഇന്നത്തെ വൈകുന്നേരം നമ്മൾ ഒരു ബോട്ടിലേക്ക് പോവാണ്. ഈ ബോട്ടിൽ ഇരുന്നിട്ട് കരയിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊളിയല്ലേ, അടിപൊളിയല്ലേ. സീ ലൈഫ്, സൺസെറ്റ്, എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. എത്ര വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടി വരും, ഒന്നും എനിക്കറിയില്ല. ഇത് കണ്ടില്ലേ നമ്മുടെ നാന ഇവിടെ ഗിറ്റാർ, അവൾക്ക് ഗിറ്റാർ വായിക്കാനൊന്നും അറിയില്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചെയ്യട്ടെ.
ഇത് കണ്ട, നമ്മൾ ഇതിനകത്ത് ഇരുന്നിട്ടാണ് ഇന്ന് സൺസെറ്റ് കാണാൻ പോകുന്നത്. ഇതിനകത്ത് ഇരുന്നിട്ടാണ് നമ്മളിന്ന് സൺസെറ്റ് കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സൺസെറ്റ് കാണാൻ പോകുന്നത് ഇത് കണ്ടില്ലേ, ഇതിലിരുന്നിട്ടാണ്. എല്ലാവരും വന്നിട്ടുണ്ട്, ഒരുപാട് ജിപ്സികൾ വന്നിട്ടുണ്ട്. എല്ലാ ജിപ്സികളും ട്രാവൽ ഡേ നൈറ്റും ഇന്നൊരു അടിപൊളി സൺസെറ്റിന്റെ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. എന്തൊക്കെ സിസ്റ്റങ്ങളാണ് ഇത്, നോക്ക്. അതേണ്ട, വാവ്, അടിപൊളി. ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ഇതിനകത്ത്. ഈ വില്ലേജിന്റെ ഓണറാണിത്, ഈ ജിപ്സി വില്ലേജിന്റെ ഓണർ. ട്രാവൽ ഡേ നൈറ്റിന്റെ ഒരു അടിപൊളി നമ്മുടെ ഒരു ഈവനിങ്, ഒരു വൈകുന്നേരമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ അതാ അവിടെ അസ്തമിക്കാൻ പോവുകയാണ്. അതിനു മുമ്പുള്ള ചില കലാപരിപാടികളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നൂ അവിടെ ഒരു ക്യാമറ എടുത്തിട്ട് എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അടിപൊളി. വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു സംഭവം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കാം. ഇതിനെ ആ ബോട്ട്, അവിടെയുള്ള ചെറിയ ബോട്ട്, ആ കാണുന്ന ബോട്ട് വലിച്ചു കൊണ്ടുപോകും. നമ്മളെല്ലാം ഇതിനകത്തായിരിക്കുന്നത്. ആ ബോട്ട് നമ്മളെ കുറേ ദൂരം അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇത് കണ്ട, ഈ ബോട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ തന്നെ വലിച്ചു കൊണ്ടുപോവാണ് കടലിലൂടെ. എന്താ ചെയ്യാൻ പോകുന്നത് നോക്കൂ. ക്രേസി നൂ. അത് കണ്ട, വാവ് വാവ്. ഞാനവിടെ എന്തൊക്കെയോ സിഗരറ്റും അത് ഇതൊക്കെ വലിച്ചു പോയിട്ട് ഇപ്പൊ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. ഒരു രക്ഷയില്ല, അടിപൊളി. അവിടെ വേറൊരു ജർമ്മൻകാരനുണ്ട്, അദ്ദേഹം ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ മക്കളെ, കണ്ടോ, ജിപ്സി സ്റ്റൈല്. ഇതാണ് തായ്ലൻഡിലെ ജിപ്സി സ്റ്റൈല്. കണ്ടില്ലേ, അടിപൊളി. This is a Lenong Gypsy home. That's Sand Beach. സൂര്യാസ്തമനത്തിന് നേരെ എതിർവശം നിന്നുകൊണ്ട് നമ്മുടെ നാന അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സൺസെറ്റ് കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു ആഘോഷമാക്കിയിട്ടാണ് എല്ലാവരും പോകുന്നത്. ആ ചെറിയ ബോട്ടാണ് നമ്മളെ വലിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ വലിച്ചു കൊണ്ടുപോകുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. വില്ലേജിന്റെ ഓണറാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്.
വളരെ നല്ല ജോളി മാനാണ്, അടിപൊളി മനുഷ്യൻ. ഈ കടലിൽ നിന്ന് കരയിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കണ്ടില്ലേ. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. സൂപ്പർ വൈകുന്നേരം. കിച്ചണിലെ വാഷ് ബേസിൻ വെച്ചിട്ട് ഉണ്ടാക്കിയ ഗിറ്റാറാ ഇത്. തന്നെ സ്വന്തമായി ഉണ്ടാക്കിയ ഗിറ്റാറാണ് ഇപ്പൊ അയാൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ക്രിയേഷൻ. അവിടെ അതാ ഒരു ഹിപ്പി അടിച്ചു പൊളിച്ച് ഡ്രം വായിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് വായിക്കുകയാണ് അദ്ദേഹം. ഒരാഘോഷം തന്നെ ഈ സൺസെറ്റ് കാണല്. ഇതിലേറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് ഞാനാണ്. അവള് എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക.ความผูกพันหากมีฉันก็ต้องมีเธอ കുറേ ജിപ്സികളും ഞാനും ഈ ഐലൻഡിൽ. അടിപൊളി പോലെ അടിപൊളി. ഇതേപോലെയുള്ള കാഴ്ചകളുമായി ട്രാവൽ ഡേ നൈറ്റ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും.เวียดนามแล้วเวียดนามแล้วได้ปลาแล้วระวังขายดีได้ปลาเดี๋ยวมาที่นี่สวัสดี12,000 คนครับผม16,000 แล้วครับ16,000 แล้วครับ. ഒരു വലിയ നീളമുള്ള ഒരു കുഴല്, അതിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു ജിപ്സി അവിടെ ഇരുന്ന് അത് നല്ല ഉച്ചത്തിൽ ഊതിക്കൊണ്ടിരിക്കുക. ഒരു ഒന്നൊന്നര സൂര്യാസ്തമനായി പോയി. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സൂര്യാസ്തമനായി പോയി ഇത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തായ്ലൻഡിലെ കൊപ്പയ ഐലൻഡിലെ സൺസെറ്റ് ആണ്. അതിമനോഹരം എന്നല്ലാതെ വേറൊന്നും പറയാൻ വാക്കുകളില്ല. ഈ ഐലൻഡിലെ സൺസെറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ച. നമ്മളെ വലിച്ചു കൊണ്ടുവന്ന ബോട്ടാണ് ഫ്രണ്ടിലുള്ളത്. ഇത് കണ്ട ഒരു അടിപൊളി സൺസെറ്റ്. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ്.